നമസ്കാരം, ഞാൻ മിനി ഡൊമിനിക് ഫ്രം പൂണോളിൽ സിൽക്സ്. ഇന്ന് റണ്ണിങ് മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസാണ്. അതിങ്ങനെ ഒരു ഇമ്പോർട്ടഡ് ഫാബ്രിക്കായിട്ട് പ്രൈസ് വരുന്നത് 275 56 വിഡ്ത്ത് വന്നിട്ടുള്ളൊരു മെറ്റീരിയലാണ്. ഇതാണ് മെറ്റീരിയൽ വരണേ. നമുക്കിതിങ്ങനെ ഫ്രോക്കായിട്ട് ചെയ്തെടുക്കാം, ഫുൾ ഗൗണായിട്ട് ചെയ്തെടുക്കാം. ഇത് ഇങ്ങനെ വന്നിട്ടുള്ളൊരു പ്യുവർ ഫാബ്രിക്കാണ്. ഒരു സാറ്റിൻ ഫീലാണ്, അതോടൊപ്പം തന്നെ സോഫ്റ്റ് ഫിനിഷാണ്. എ ലൈനൊക്കെ ആയിട്ടുള്ള ഈ ഡയാന കട്ടൊക്കെ വന്നിട്ടുള്ള ഫുൾ ഗൗൺ, അങ്ങനെയൊക്കെ ഓരോന്ന് കുട്ടികളുടെ ഒരു കോൺസെപ്റ്റിലും ടീനേജിൻ്റെ ഒരു കോൺസെപ്റ്റിലും വന്നിട്ടുള്ളതാണ്. ഇതൊരു ഡാർക്ക് ചോക്ലേറ്റ് കളറ്. പെർ മീറ്റർ 275. ഇത് വീണ്ടും നല്ലൊരു ഭംഗിയുള്ള കളറ്. ഇതിനോടൊക്കെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള യോക്ക് ചെയ്തിട്ട് ഫ്ലയർ പോലെ ഇങ്ങനെ ഒരു ആംഗിൾ ലെങ്ത്തിലുള്ള ഗൗൺ പോലെ ഇങ്ങനെ ചെയ്തെടുക്കാം. ഇതാണ് മെറ്റീരിയൽ. നല്ല ഷൈനിങ്ങും ഇമ്പോർട്ടഡ് ഫാബ്രിക്കാണ്. നമുക്കിങ്ങനെ റാഷസ് ഒന്നും ഇല്ലാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. ഇതൊരു ബ്ലൂ, സിൽവർ ബ്ലൂ ഒരു കോമ്പിനേഷൻ. വിഡ്ത്തും ഉണ്ട്, ഫുൾ ഗൗണായിട്ട്, ഫുൾ സ്കേർട്ടായിട്ട്. പ്രൈസ് റേഞ്ചും വളരെ ഒരു ബജറ്റ് ബൈ റേഞ്ചാണ്. ഇത് ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡിൽ ഇതൊക്കെ നൈറ്റ് പാർട്ടിക്കൊക്കെ പറ്റിയിട്ടുള്ള ഗൗണൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട്, ന്യൂ ഇയർ ആണ്, അപ്പോൾ അങ്ങനെയൊക്കെ വരണ ഓരോ ഒക്കേഷനിലേക്ക് വേണ്ടിയിട്ട് നേരത്തെ പർച്ചേസ് ചെയ്ത് വയ്ക്കാം. പെർ മീറ്റർ 275. ഇത് ബ്ലാക്ക്, ഇത് വൈറ്റ്, സോറി, നല്ല മിൽക്ക് വൈറ്റ്. ഇങ്ങനെ വരുന്നു. ഇതൊരു ക്രിസ്മസ് തീമായിട്ട് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഒരു മിനിറ്റ്. ഇത് ടോപ്പും കണ്ടോ, ഇങ്ങനെ വരാം. ഇങ്ങനെ വേണമെങ്കിൽ ചെയ്തെടുക്കാം. ഒരു ചെറിയ കുട്ടികളുടെയൊക്കെ ബേബി കോൺസെപ്റ്റിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്തെടുക്കാം. ഇതൊക്കെ ഒരു ക്രിസ്മസ് വൈബ് എന്നുള്ളൊരു. പിന്നെ ഇത് നൈറ്റ് ഫങ്ഷന് വീണ്ടും നമുക്ക് ഒരു പ്ലെയിൻ റെഡായിട്ട് ചെയ്തെടുക്കാം, ഗൗണായിട്ട്. മൾട്ടിപർപ്പസാണ്. ഇത് വീണ്ടും ആ ഒരു മെറ്റീരിയലിൽ തന്നെ ഒരു ഷിമ്മർ പോലെ ഇങ്ങനെ വന്നിട്ടുള്ള കുറച്ച് ഗ്ലോസി ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ ആയിട്ടുള്ള കളക്ഷനാണ്. ഇതാണ് പെർ മീറ്റർ 360. നല്ല ഗ്ലോസി ആയിട്ടുള്ള ഒരു വാട്ടർ സീക്വൻസ് ഇങ്ങനെ ചേർന്ന് വന്നിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആവശ്യങ്ങളുള്ള ഒരുപാട് കാറ്റഗറി ബേബി ഫ്രോക്സ്, പിന്നെ ഈ കുട്ടികളുടെ ആനുവൽ സെലിബ്രേഷൻ, ബർത്ത്ഡേ ഫങ്ഷൻ, അപ്പോഴൊക്കെ ഇങ്ങനെ ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു ചെറിയ ബേബി ഫ്രോക്കൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ടീനേജിന് പറ്റിയിട്ടുള്ള ഒരു എയർലൈൻ ഒരു ഗൗൺ പോലെ ഇങ്ങനെ പാർട്ടി വെയർ ഡ്രസ്സസ്, അതാണ് ഈ ഒരു കോൺസെപ്റ്റ് വരണത്. പാർട്ടി വെയർ ഡ്രസ്സ് ബജറ്റ് ബൈ റേഞ്ചുമാണ്. നമുക്ക് എപ്പോഴും എവിടെയും കോമൺ ആയിട്ട് കിട്ടുന്ന മെറ്റീരിയൽസ് അല്ല ഇത്. ഇതിങ്ങനെ ഒരു ഇമ്പോർട്ടഡ് ഫാബ്രിക്കാണ്, കൊറിയൻ ഫാബ്രിക്കാണ്. കണ്ടോ, ഇത് കനം കുറഞ്ഞിട്ട് ഇതിൻ്റെ പ്ലെയിൻ മെറ്റീരിയൽ ഇങ്ങനെയാണ് വരണേ. അതിലോട്ടാണ് ഇതൊരു എന്തോ ഒരു പ്രവർത്തനത്താലാണ് ഇതിങ്ങനെ ഒരു ഷിമ്മർ കോൺസെപ്റ്റിൽ വന്നിരിക്കുന്നത്. വാട്ടർ സീക്വൻസും വന്നിട്ട് ഒരു ബേബി പിങ്ക് ഷെയ്ഡാണിത്. ഇത് വീണ്ടും ഒരു സാറ്റിൻ ഇമ്പോർട്ടഡ് ഫാബ്രിക്കാണ്. 275 ആണ് പെർ മീറ്റർ വരണേ. ഇതിൻ്റെ മേളിലോട്ടൊക്കെ നമ്മൾ ഈ വെഡ്ഡിങ് ഗൗണും
ഒരു പേസ്റ്റൽ കളറിലേക്ക് പാർട്ടി വെയർ ഡ്രസ്സസിൻ്റെ ഒക്കെ ലൈനിങ് ആയിട്ട് സെറ്റ് ചെയ്തെടുക്കാം. കാരണം ഇത് നല്ലൊരു ഫാബ്രിക്കാണ്, നല്ല ഷൈനിങ് ഒക്കെ വന്നിട്ട്. ആ ഒരു ഗ്രീൻ നെറ്റ് എടുത്ത് ഇതിലേക്ക് കുട്ടികളുടെ ഫ്രോക്സ് ആയിട്ടൊക്കെ എടുക്കുമ്പോഴും ഇതിന് 1 ലെയർ ആയിട്ടുള്ള ഒരു നെറ്റൊക്കെ ഇട്ടിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് ഒരു ഗൗണൊക്കെ സെറ്റ് ചെയ്ത് എടുക്കുമ്പോൾ കണ്ടോ, ഇത് ലൈനിങ് കൊടുക്കാം. മേളിലോട്ട് ഈ പ്ലെയിൻ നെറ്റ്, എന്നിട്ട് ഇങ്ങനെ കൊച്ചു കുട്ടികളുടെയൊക്കെ ഈ നിറയെ ഗാതേഡായിട്ട് ഇങ്ങനെ പഫി ആയിട്ടുള്ള പാർട്ടി വെയർ ബേബി ഡ്രസ്സസ്, ബേബി ഗേൾ, അതിനൊക്കെ പറ്റിയിട്ടുള്ള മെറ്റീരിയലാണ്. ഇതും നമുക്ക് കോമൺ അല്ല, ഏറ്റവും ഒരു ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക്കാണ് ബജറ്റ് ബൈ റേഞ്ചിൽ. ഇതും അതിൻ്റെ തന്നെ ഒരു വൈറ്റ്, നല്ലൊരു മിൽക്കി വൈറ്റ്. എല്ലാം ഹെവി ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക്കാണ്, ഒരു പാർട്ടി വെയർ കോൺസെപ്റ്റിൽ. ഇതിങ്ങനെ ഇത്രയും വിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മളുടെ വെഡ്ഡിങ് ഗൗണായിട്ട് വെഡ്ഡിങ് ഡ്രസ്സസ് സെറ്റ് ചെയ്തെടുക്കുമ്പോൾ ഒരേ ഈ 56 ഇഞ്ച് വീതിയിലുള്ള ലൈനിങ് ആയിട്ട് യൂസ് ചെയ്യാം. ഇതിൻ്റെ മുകളിലോട്ടും പ്യുവർ ജെറ്റ് വൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ഷൈനിങ് ആണ് ഇതിന്. നമുക്ക് പണ്ടുണ്ടായിരുന്ന ഒരു പാരീസ് സാറ്റിൻ, അതിപ്പോൾ ഇങ്ങനെ ക്ലോസ്ഡ് ആയിപ്പോയി. നമുക്കിപ്പോൾ ഈ ഉക്രൈൻ വാർ വന്നപ്പോഴേക്ക് ഇമ്പോർട്ടഡ് ഫാബ്രിക്സിനൊക്കെ ഒരു ചെറിയ ഷോർട്ടേജാണ്. അതിങ്ങനെ നമുക്ക് എവിടെ ഇല്ലാത്തൊരു കോൺസെപ്റ്റായിരുന്നു. നല്ല ഒരു ഫാബ്രിക്ക് വെഡ്ഡിങ് സാറ്റിനാണ്. പെർ മീറ്റർ 500 അങ്ങനെ സംതിങ് എന്തോ ആയിരുന്നു. പക്ഷേ ഇത് വരുന്നത് അതിൻ്റെയൊക്കെ ഒരു കോപ്പി ആയിട്ട് വീണ്ടും നമ്മൾ അത് കറക്റ്റായിട്ട് ശരിക്കും നല്ല ഒരു ക്വാളിറ്റിയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡിലേക്ക് ഇതൊരു സിൽവർ ഗ്രേ, എങ്ങനെ വരുന്നു. ഇത് വീണ്ടും ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക്കിൽ തന്നെ സാറ്റിൻ, ഓർഗൻസയാണ്, ഓർഗൻസ. ഇതൊക്കെ ബേബി ഫ്രോക്ക് എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് ഒരു പാർട്ടി വെയർ ഡ്രസ്സസ് ഗൗണായിട്ട് സെറ്റ് ചെയ്തെടുക്കാം. ബോളിവുഡ് ആക്ടേഴ്സിൻ്റെ ഒക്കെ ചെറിയ ചെറിയ ഡ്രേപ്പിംഗ് ഗൗണിൽ അങ്ങനെ വരണ ഓരോ ഇതിലൊക്കെ വന്നിട്ടുള്ള ഒരു സാറ്റിനാണ്, ഓർഗൻസയാണിത്. ഇത് വീണ്ടും നല്ലൊരു ബ്ലഡ് റെഡ്, പനി റെഡ്. ഇത് പെർ മീറ്റർ 395. ഇത് ഒരു മീറ്റർ എടുത്താലും ഒരു ചെറിയ ബേബി ഫ്രോക്ക് സെറ്റ് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്തെടുക്കുന്നവർക്ക് നല്ലൊരു കോൺസെപ്റ്റാണ് ഇത്. അതിൻ്റെ തന്നെ ഒരു വൈറ്റ്, ഇത് വീണ്ടും ഒരു ക്രിസ്മസ് വൈബിൽ നമുക്ക് യൂസ് ചെയ്യാം. നല്ലൊരു മിൽക്ക് വൈറ്റ്. ഈ വൈറ്റ് സാറ്റിന് നല്ല, ഇത് കാണുമ്പോൾ സാറ്റിന്ന് വരണം, ഓർഗൻസ. ഇത് ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡിലേക്ക് അമ്പത്താറിഞ്ച് വീതിയാണ് ഇതിനുള്ളത്. ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡ് വെച്ചിട്ടുള്ള ഉപയോഗം ഞാൻ പറയണ്ടല്ലോ, കാരണം അത്രയും നല്ലൊരു ഭംഗിയാണ് ഇതിന്. ഇതൊരു സ്പ്രൗട്ട് ഗ്രീൻ, സ്പ്രൗട്ട് ഏലക്ക, ഒരു ഇതൊക്കെ ഗൗൺ ചെയ്തെടുത്തിട്ട് നമുക്കിങ്ങനെ ഈ കോഡ്രോയ് വെച്ചിട്ട് ഒക്കെ ഇങ്ങനെ ഹാഫ് ഷോൾഡർ പോലെ ഫുൾ ഗൗണായിട്ട് സെറ്റ് ചെയ്തെടുക്കാം. നമുക്കിപ്പോൾ ഇങ്ങനെ ബോളിവുഡ് ആക്ടേഴ്സിൻ്റെയൊക്കെ ഓരോ പിൻട്രസ്റ്റും ഇൻസ്റ്റഗ്രാമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഹെവി പാറ്റേൺ ആയിട്ടുള്ള പുതിയ പുതിയ കളക്ഷൻസ് ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഈ ടീനേജേഴ്സിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ഇത്. ഫുൾ ഗൗണായിട്ട് സെറ്റ് ചെയ്തെടുക്കാം. 56 ഇഞ്ച് വീതിയുണ്ട്, പെർ മീറ്റർ 395.
മെറ്റീരിയലിൻ്റെ ഒരു ലെങ്ത്ത് വരണത് ഇതാണ്. നല്ല ഭംഗിയുള്ള നല്ല സോഫ്റ്റായിട്ടുള്ള മെറ്റീരിയലാണ് ഓർഗൻസ. ഇതേക്കുറിച്ചിട്ട് പറയാൻ വാക്കുകളില്ല, അതുമാതിരി ഭംഗിയുള്ളൊരു വെറൈറ്റി ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഇതൊരു ബർഗണ്ടി ഷെയ്ഡ്, പർപ്പിളിഷ് ബർഗണ്ടി കളർ. ഇത് ലാവൻഡർ. ഈ ഒരു ഷൈനിങ് ആണ് ഈ മെറ്റീരിയലിൻ്റെ ഒരു പ്രത്യേകത. ഇത് ഫസ്റ്റ് ടൈം വന്നിട്ട് വീണ്ടും റിപ്പീറ്റ് ഓർഡർ പോയതാണ്. ഇത് വീണ്ടും വീണ്ടും എൻക്വയറി ഉണ്ടായിരുന്നു. ഇത് വീണ്ടും ഒരു ബേബി പിങ്ക്. ഇതൊരു ബ്ലൂ, വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്ലൂ കോമ്പിനേഷൻ. നല്ല മെറൂൺ കോമ്പിനേഷൻ. മെറൂൺ കോമ്പിനേഷൻ. ഇതൊരു പൗഡർ പിങ്ക് ഷെയ്ഡിലേക്കാണ്. ഇത് ഫാബ്രിക് വരുന്നത് ജോർജറ്റാണ്. ഇങ്ങനെ ഒരു എംബോസിങ് പോലെ ഇങ്ങനെ വന്നിട്ടുള്ളൊരു വാഷബിളായിട്ടുള്ള നല്ല ഫാബ്രിക്കാണ്. പെർ മീറ്റർ 375. ഇതും 52 മീറ്ററാണ്, 52 ഇഞ്ചാണ് വരണേ. 52, 56. ഇതിങ്ങനെ ജീൻസിൻ്റെ ടോപ്പ് ചുരിദാറൊക്കെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഇങ്ങനെ വെച്ചത്. ഒരു പീച്ച് കളറ്. ഇതും ഇതുപോലുള്ളൊരു ഇമ്പോർട്ടഡ് ഫാബ്രിക് തന്നെ. ഇത് അങ്ങനെ ഒരു ക്രേപ്പ്. ഇതാണ് നല്ല വശം വരുന്നത്. ഇതിൻ്റെ ഫോൾഡിംഗ് ഒക്കെ ഒരു ഡിഫറെൻ്റ് ആണ്. ഇതാണ് ഒരു ചിക്കു കളറ്, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ചിക്കു കളറ്. പെർ മീറ്റർ 375. ഇതൊരു ഒരു പൗഡർ ബ്ലൂ അല്ല, ഒരു ഒരു ലാവൻഡറിൻ്റെ ഒക്കെ ഏറ്റവും ലൈറ്റ് ആയിട്ടുള്ള ഒരു കളറ്. ഇത് പൗഡർ ബ്ലൂ. ഡബിൾ സൈഡും യൂസ് ചെയ്യാം. ഇതിങ്ങനെ വരുന്നു. ഇതൊരു ഹെവി ഗൗണൊക്കെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പാർട്ടി വെയർ ആയിട്ടുള്ള മെറ്റീരിയൽ. നമുക്ക് ആദ്യമൊക്കെ ഉണ്ടായിരുന്ന ഒരു ഷിമ്മറൊക്കെ വന്നിട്ടുള്ള ഫാബ്രിക്കാണ്. ഇതാ ഇങ്ങനെ വരുന്നു. ഇതിൻ്റെ ഇൻസൈഡ് ഇതാ നല്ല ജെറ്റ് ബ്ലാക്കിൽ പ്യുവർ ക്രേപ്പിൽ വന്നിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. നല്ല ഗ്ലോസി ആയിട്ടുള്ളൊരു ഫാബ്രിക്കാണ്. ഇതൊക്കെ ഇങ്ങനെ ബേബി ഫ്രോക്ക് അല്ലെങ്കിൽ പാർട്ടി വെയർ ഡ്രസ്സസ്സാണ്. ഇത്തരത്തിലുള്ള മെറ്റീരിയലൊക്കെ വെച്ചിട്ട് യൂസ് ചെയ്ത് ഇവിടെ ബേബി ഫ്രോക്കുകളുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ വന്നിരുന്നു, കണ്ട. ഇത് ഈ ബേബി ഫ്രോക്സിലൊക്കെ വരുമ്പോഴേക്കും നല്ല ക്യൂട്ടായിട്ട് സോഫ്റ്റ് പോളിഷായിട്ട് ഇങ്ങനെ മെറ്റീരിയലും ഒരു സോഫ്റ്റാണ്. ഈ ഒരു രീതിയിലാണ് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുക. ഇത് ബേബി ഫ്രോക്ക് എന്നുള്ളൊരു കോൺസെപ്റ്റിൽ നമ്മളുടെ ഈ മെറ്റീരിയൽ ശരിക്കും നൈറ്റ് ഡ്രസ്സൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തെടുക്കാം. പാർട്ടി വെയർ ആയിട്ടുള്ള ഡ്രസ്സസ്സായിട്ട് നല്ല ബോഡി ഫിറ്റായിട്ട് പിന്നെ ഡ്രേപ്പഡ് ആയിട്ടുള്ള സാരീസായിട്ട് സെറ്റ് ചെയ്തെടുക്കാം. കാരണം പ്ലീറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതുപോലെ തന്നെ കിടക്കും. ഒരു ബെൽറ്റൊക്കെ ഇട്ടിട്ട് ഇപ്പോഴുള്ള ട്രെൻഡ് അങ്ങനെയാണ്. ഇതൊരു കോപ്പറാണ് ഇതിൻ്റെ പുറത്ത് വരുന്നത്.
കോപ്പർ ഷെയ്ഡ്. ഇത് പെർ മീറ്റർ വരുന്നത് 760 ആണ്. 760. അതിൻ്റെ തന്നെ ഒരു നല്ല റെഡിൽ ഒരു അങ്ങനെ എന്താ പറയണ, ഈ ഷിമ്മറൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു ഷൈനിങ് ആയിട്ടുള്ള ഗ്ലോസി ആയിട്ടുള്ള ഒരു ഫാബ്രിക്കാണ്. ഇതാ ഇങ്ങനെ വരുന്നു. ശരിക്കും ഇതിൻ്റെ ഇൻസൈഡ് വരണ നല്ല ചില്ലി റെഡാണ്. ഇതിങ്ങനെ ഈ പർദ ക്രേപ്പൊക്കെ പോലുള്ള ഒരു ഫാബ്രിക് 56 വിഡ്ത്തിലാണ് വരണത്. അതിൻ്റെ പുറത്തോട്ടാണ് ഇങ്ങനെ ഈ ഒരു കോട്ടഡ് ആയിട്ടുള്ള ഷിമ്മർ ഒരു ഷൈനിങ് ഫാബ്രിക്കായിട്ട് വരണേ. പെർ മീറ്റർ 760. ഫിഷ് കട്ടൊക്കെ ആയിട്ടുള്ള ഗൗൺ സെറ്റ് ചെയ്താലും നല്ല ബോഡി ഫിറ്റിംഗ് ആയിട്ട് കിട്ടും. ഇത് നല്ല ഗ്ലോസി ആയിട്ടുള്ളൊരു ഓർഗൻസ ഫാബ്രിക്കാണ്. പെർ മീറ്റർ 375. ഇതുപോലുള്ള ഫാബ്രിക് വെച്ചിട്ട് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഗൗണാണിത്. ഇങ്ങനെ വരും ഒരു ബേബി ഫ്രോക്ക്. ബലൂൺ ബലൂൺ ഫ്രോക്ക്. ഫ്രണ്ടിലൊരു ടൈ ഒക്കെ ആയിട്ട് കണ്ടാവും. ഇത് ആ ഫാബ്രിക്കിൽ വരുമ്പോഴാണ് അതിൻ്റെ ഫ്രോക്കിൽ വരുമ്പോഴേക്കും ഉള്ള ഒരു ഭംഗി. ഇങ്ങനെ വരുന്നു. ഇത് ഇങ്ങനെ ഒരു സ്റ്റിഫ് നെറ്റ് വെച്ചിട്ടാണ്, മൈക്രോ സ്റ്റിഫ് നെറ്റ് വെച്ചിട്ടാണ് ഇതിൻ്റെ ഫെൻസിങ് കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് കോഡ്രോയി കൊടുത്തിട്ട് ഫ്യൂസിങ് ചെയ്തെടുത്താലും നമുക്കിതിൻ്റെ ഒരു ഹാഫ് ഷോൾഡറൊക്കെ പോലെയുള്ള രീതിയിൽ സെറ്റ് ചെയ്തെടുക്കാം. ഇതപ്പോൾ ഒരു ഒണിയൻ പിങ്ക് കളറിൽ സംതിങ് ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കുന്നവരുടെ ഉള്ളിൽ ഒരുപാട് ആശയങ്ങളുണ്ടാകും. അതിനൊക്കെ പറ്റിയിട്ടുള്ളൊരു ഫാബ്രിക്കാണിത്. കണ്ടോ, ഇത് ഇങ്ങനെ വരുന്നു. ഇത് പുറത്തിട്ടിട്ട് നമുക്ക് ഡിസൈനർ ഇത് മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യാം, സാറ്റിൻ കൊടുത്ത്. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ഇത് ലൈനിങ് പോലെ ഇങ്ങനെ സാറ്റിൻ ഒരു ലെയർ കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലോട്ട് പ്ലെയിൻ നെറ്റ് കൊടുത്തിട്ട് ചെയ്തെടുക്കാം. ഹോളി കമ്മ്യൂണിയൻ എല്ലാം നമുക്ക് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ബാപ്റ്റിസം, റാഷസ് ഇല്ലാതെ ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ ഈ ഗ്ലോസി ആണെന്നുള്ളൂ. അത് ഇങ്ങനെ മെർജ് ചെയ്ത് വരുന്ന ഒരു സിൽവർ ലൈനാണ് വരണേ. ഓർഗൻസ ഫാബ്രിക്കാണ്, പ്യുവർ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഫാബ്രിക്. ഇതൊരു ഗ്രീൻ ഷെയ്ഡ്. ഡ്രസ് കോഡൊക്കെ തീം ചെയ്തിട്ട് നമ്മളുടെ സ്റ്റേജ്, കുട്ടികളുടെ ബർത്ത്ഡേ പാർട്ടിക്കൊക്കെ ആ ഒരു കളർ കോമ്പിനേഷൻ മൊത്തമായിട്ട് സെറ്റ് ചെയ്തെടുക്കുമ്പോൾ ഒക്കെ ഇങ്ങനെ ഡിഫറെൻ്റായിട്ട് നിൽക്കുന്ന ഒരു കോൺസെപ്റ്റാണ്. ഇത്തരത്തിലുള്ള ഡ്രസ്സൊക്കെ ധരിച്ചിട്ട് പാർട്ടി വെയർ ആയിട്ടുള്ള നമ്മളുടെ ഡ്രസ്സ് മേക്ക് ചെയ്തെടുത്താലും എവിടെയും കാണാത്തൊരു തീമാണിത്. ഇത് വീണ്ടും ഈ ഒരു ഫാബ്രിക്കിൽ തന്നെ ഇങ്ങനെ വരുന്നു. സിൽവറും കോപ്പറും ഒക്കെ ചേർന്നിട്ടുള്ളൊരു ടീനേജിൻ്റെ ബേബി ഡ്രസ്സ്, ഗേൾ ബേബി ആ ഒരു പാർട്ടി വെയർ ഡ്രസ്സസ്. ഇതൊരു ലാവൻഡർ മിക്സ് ആയിട്ടുള്ള കളറ്. പെർ മീറ്റർ 450. ബേസ് കളറ് ലാവൻഡർ. അതിലോട്ടാണ് ഇങ്ങനെ ഒരു ഫോയില് ഷിമ്മറൊക്കെ പോലെ തോന്നും. ഇതിങ്ങനെ ഒരു ചെറിയ എന്തോ ഒരു സ്പ്രേ പോലെ ഒരു സംഭവം സ്പ്രേ ചെയ്യുന്നതാണിത്. ഫോയിൽ പ്രിൻ്റ് എന്നാണ് ഇതിന് പറയുന്നത്. നമ്മുടെ ഈ സൗത്ത് കോട്ടൺ ചില മെറ്റീരിയലുകളിലേക്ക് ഇങ്ങനെ ഈ ഒരു ഫോയിൽ പോലെ ഇങ്ങനെ വരാറുണ്ട്. പെർ മീറ്റർ 450. നല്ലൊരു ബേബി പിങ്ക് കളറ്. ഇത് വീണ്ടും ഒരു അക്വ ബ്ലൂ, അക്വ ഗ്രീൻ. അങ്ങനെ വരുന്നു. ഇതൊരു സാൽമൺ പീച്ച് കളറ്. ഈ മെറ്റീരിയൽ ഇപ്പം നമ്മളിങ്ങനെ തൊടുമ്പോഴേക്കും ഒന്നും അത്ര ആവുന്നില്ല. നല്ല ഇമ്പോർട്ടഡ് ഫാബ്രിക്കാണ്, അതുകൊണ്ട് തന്നെ ഫുൾ സേഫാണ്.
അധികം വാഷ് ചെയ്ത് വന്നു കഴിയുമ്പോഴേക്കും എങ്ങനെ വരുമെന്ന് അതറിയത്തില്ല. ഇത് നമ്മൾ അത്ര ഡ്രൈ വാഷാണ് പറയുന്നത്, സോഫ്റ്റാണ്, ഓർഗൻസയാണ്. അപ്പോൾ എല്ലാവരും കെയർ ചെയ്ത് ഉപയോഗിക്കുക. പെർ മീറ്റർ 450 ആണ്. ഇത് നമ്മൾ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന റണ്ണിങ് മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസാണ്. ഇത് ഒക്കെ ഇങ്ങനെ ഒരു അത്ര നോർമൽ അല്ലാത്ത ഇമ്പോർട്ടഡ് ഫാബ്രിക്സ് ആണ്. 56 വിഡ്ത്താണ് വരണേ. അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ് ത്രൂ പർച്ചേസ് ചെയ്യുക. ഇതിൻ്റെയൊക്കെ ഫോട്ടോസും ഡിസ്ക്രിപ്ഷനും എല്ലാം വെബ്സൈറ്റിൽ ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഇതുവരെ സഹകരിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്.